ചില ബന്ധങ്ങൾ ജീവിതത്തിൽ വളരെ ശാന്തമായി വരും. ആദ്യം അത് സാധാരണ പരിചയമായി തോന്നും. ദിവസങ്ങൾ കടന്നുപോകുമ്പോൾ ആ പരിചയം സംസാരമായി മാറും, സംസാരങ്ങൾ വിശ്വാസമായി മാറും, ഒടുവിൽ ആ വിശ്വാസം ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ സൗഹൃദമായി മാറും. അത്തരത്തിലൊരു സൗഹൃദത്തിന്റെ കഥയായിരുന്നു അർജുനും നിഖിലും തമ്മിലുണ്ടായത്. സ്കൂൾ കാലത്ത് ഒരേ ബെഞ്ചിൽ ഇരുന്നവർ ആയിരുന്നില്ല അവർ. ഒരേ ക്ലാസ്സിലും അല്ല. പക്ഷേ ഒരു മഴക്കാല വൈകുന്നേരം സ്കൂൾ ബസ് വൈകിയപ്പോൾ ബസ് സ്റ്റോപ്പിൽ നിന്നു തുടങ്ങിയ ഒരു ചെറിയ സംഭാഷണമാണ് അവരുടെ ജീവിതം മുഴുവൻ മാറ്റിയത്. അന്ന് അർജുന് വളരെ മിണ്ടാതെയായിരുന്നു. വീട്ടിലെ പ്രശ്നങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അവനെ ചെറിയ പ്രായത്തിൽ തന്നെ ഗൗരവക്കാരനാക്കി മാറ്റിയിരുന്നു. എന്നാൽ നിഖിൽ എല്ലായ്പ്പോഴും ചിരിക്കുന്ന ഒരാളായിരുന്നു. തന്റെ പ്രശ്നങ്ങൾ ഒരിക്കലും മറ്റൊരാൾക്ക് കാണിക്കാത്ത ഒരു സ്വഭാവം. ആ ദിവസം മഴ വളരെ ശക്തമായിരുന്നു. ബസ് വരാൻ വൈകിയതുകൊണ്ട് എല്ലാവരും അസഹനത്തോടെ നിന്നു. അപ്പോൾ നിഖിൽ തന്റെ ബാഗിൽ ഉണ്ടായിരുന്ന ഒരു കുട അർജുനിന് കൊടുത്തു. നിനക്ക് പനി വന്നാൽ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടാകും എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞ ആ വാക്ക് അർജുനിന്റെ മനസ്സിൽ പതിഞ്ഞുപോയി. കാരണം അങ്ങനെ അവനെക്കുറിച്ച് ശ്രദ്ധിച്ച് സംസാരിച്ചത് വളരെ കുറച്ച് ആളുകളായിരുന്നു. അതിനുശേഷം അവർ ദിവസവും കാണാൻ തുടങ്ങി. രാവിലെ സ്കൂളിൽ പോകുമ്പോഴും വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങുമ്പോഴും ഒരുമിച്ചായിരുന്നു. ജീവിതത്തെക്കുറിച്ചും സ്വപ്നങ്ങളെക്കുറിച്ചും അവർ സംസാരിക്കും. അർജുനിന് വലിയൊരു ഫോട്ടോഗ്രാഫർ ആകണമെന്നായിരുന്നു ആഗ്രഹം. എന്നാൽ വീട്ടിലെ സാഹചര്യങ്ങൾ കാരണം അത് സാധ്യമാകില്ലെന്ന് അവൻ കരുതിയിരുന്നു. നിഖിൽ എപ്പോഴും അവനോട് പറയും, നമ്മൾ വിശ്വസിക്കുന്ന സ്വപ്നങ്ങളെ ജീവിതം ഒരുനാൾ നമ്മളിലേക്ക് തിരികെ കൊണ്ടുവരും എന്ന്. വർഷങ്ങൾ കടന്നുപോയി. പ്ലസ് 2 കഴിഞ്ഞപ്പോൾ ജീവിതം അവരെ രണ്ടുവഴിയിലാക്കി. നിഖിലിന്റെ കുടുംബം മറ്റൊരു നഗരത്തിലേക്ക് മാറി. അർജുന് നാട്ടിൽ തന്നെയായി. ആദ്യ ദിവസങ്ങളിൽ അവർ സ്ഥിരമായി വിളിക്കും. പിന്നീട് ജീവിതത്തിന്റെ തിരക്കുകൾ കൂടിയപ്പോൾ ആ വിളികൾ കുറഞ്ഞു. പക്ഷേ സൗഹൃദം ഒരിക്കലും കുറഞ്ഞില്ല. ഒരു ദിവസം അർജുനിന്റെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി വന്നു. അച്ഛന് അസുഖം ബാധിച്ചു. ജോലിയില്ലാതെ വീട്ടിലെ മുഴുവൻ ഉത്തരവാദിത്തവും അവന്റെ മേൽ വീണു. പല രാത്രികളും അവൻ ഉറങ്ങാതെ കരഞ്ഞിരുന്നു. ആരോടും ഒന്നും പറയാതെ എല്ലാം ഉള്ളിൽ ഒളിപ്പിച്ചു. അത്തരമൊരു രാത്രിയിലാണ് വർഷങ്ങൾക്ക് ശേഷം നിഖിലിന്റെ ഒരു മെസ്സേജ് വന്നത്. നിനക്ക് സുഖമാണോ എന്ന ചെറിയൊരു ചോദ്യം. അർജുന് ആദ്യം ഒന്നും പറഞ്ഞില്ല. എല്ലാം ഒക്കെയാണ് എന്ന് മാത്രം മറുപടി നൽകി. പക്ഷേ യഥാർത്ഥ സുഹൃത്തുക്കൾക്ക് നമ്മുടെ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്ന വേദന മനസ്സിലാകുമല്ലോ. നിഖിൽ വീണ്ടും ചോദിച്ചു, നിന്റെ ഒക്കെയാണ് എന്ന വാക്കിന് പിന്നിൽ എന്തോ ഉണ്ട്. ആ രാത്രിയിൽ അർജുന് തന്റെ എല്ലാ വിഷമങ്ങളും തുറന്നു പറഞ്ഞു. എല്ലാം കേട്ട ശേഷം നിഖിൽ ഒരു വാക്ക് മാത്രമാണ് പറഞ്ഞത്. നീ ഒറ്റക്കല്ല. അടുത്ത ആഴ്ച തന്നെ നിഖിൽ നാട്ടിലെത്തി. പഴയ പോലെ ചിരിച്ചുകൊണ്ട് അവൻ അർജുനിന്റെ മുന്നിൽ നിന്നു. സാമ്പത്തികമായി സഹായിച്ചതിനേക്കാൾ ഞാൻ കൂടിയുണ്ട് എന്ന് അവൻ നൽകിയ ധൈര്യമായിരുന്നു അർജുനിന് ഏറ്റവും വലിയ കരുത്ത്. പിന്നീട് ജീവിതം വീണ്ടും മാറി. ചെറിയൊരു ക്യാമറ വാങ്ങി നിഖിൽ അർജുനിന് നൽകി. നിന്റെ സ്വപ്നം വീണ്ടും തുടങ്ങൂ എന്ന് പറഞ്ഞു. ആ ചെറിയ തുടക്കത്തിൽ നിന്ന് അർജുന് ഇന്ന് അറിയപ്പെടുന്ന ഒരു ഫോട്ടോഗ്രാഫറായി മാറി. ഒരു അഭിമുഖത്തിൽ അർജുനിനോട് ഒരിക്കൽ ചോദിച്ചു, നിങ്ങളുടെ വിജയത്തിന് പിന്നിലെ ഏറ്റവും വലിയ കാരണം ആരാണ്? അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ജീവിതം മുഴുവൻ എന്നെ വിശ്വസിച്ച ഒരു സുഹൃത്ത്. കാരണം യഥാർത്ഥ സൗഹൃദം എന്നത് ദിവസവും സംസാരിക്കുന്നതല്ല. ജീവിതം തകർന്നു പോകുന്ന സമയത്ത് നമ്മളെ വീണ്ടും ചേർത്ത് പിടിക്കുന്ന ഒരു കൈയാണ് യഥാർത്ഥ സൗഹൃദം.